ഓക്കെ, അടുത്തത് റൊട്ടേഷൻ ഇക്വിലിബ്രിയം. റൊട്ടേഷൻ ഇക്വിലിബ്രിയം എഴുതിക്കാം. റൊട്ടേഷൻ ഇക്വിലിബ്രിയം ഓക്കെ. അപ്പൊ ആ വേർഡിൽ നിന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റൊട്ടേഷൻ ഇക്വിലിബ്രിയം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കും റൊട്ടേഷൻ ഇക്വിലിബ്രിയം? ഒരു ബോഡി റൊട്ടേഷനിലായിരിക്കുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാവുന്ന കണ്ടീഷൻ, അതായത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി ഇപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോ എന്താ? സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. അതായത് ഇതിപ്പോ ഈ ഒരു ബോഡി ഇത് വിചാരിക്കേ, ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യണേന്ന് വിചാരിക്കുക. റൊട്ടേഷൻ ഇക്വിലിബ്രിയം, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. പാർട്ടിക്കിൾസിന്റെ റൊട്ടേഷണൽ മോഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാന്ന് വിചാരിക്കും. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? റൊട്ടേഷൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ. അതായത് ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്, അതിനാണ് നമ്മൾ റൊട്ടേഷൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴായിരിക്കും സ്റ്റേബിൾ ആവുന്നത്? നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി 0. അതായത് ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ വാല്യൂ 0 ആവുക. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചേ? റൊട്ടേഷണൽ ഫോഴ്സ് അല്ലെ, ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ടോർക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ അതെന്താ മീൻ ചെയ്യുന്നത്? അപ്പൊ റൊട്ടേഷൻ ഉണ്ടാവോ? ഇല്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അപ്പൊ എന്താ റൊട്ടേഷൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോ തന്നെ ആലോചിക്കുക, റൊട്ടേഷനിൽ ഇരിക്കുന്ന ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ, അത് സ്റ്റേബിൾ ആയിട്ട് അനങ്ങാതെ നിൽക്കുക. അത് എപ്പോഴായിരിക്കും? ടോർക്കിന്റെ വാല്യൂ ടോ ഇസ് ഈക്വൽ ടു 0. നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി, ടോർക്ക് ആക്ട് ചെയ്യുന്നത് 0 ആകുക. ടോർക്കിന്റെ വാല്യൂ 0 ആകുക എന്ന് മീൻ ചെയ്യുന്നത് എന്തായിരിക്കും അവിടെ? ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്, അതായത് ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് ടോർക്ക്. ടേണിംഗ് എഫക്ട് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ബോഡി റൊട്ടേറ്റ് ആണ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ റൊട്ടേഷൻ അവിടെ എന്താവും? സ്റ്റേബിൾ ആവും. ഓക്കെ, അപ്പൊ ടോർക്കിന്റെ വാല്യൂ എന്തായാൽ മതി? 0 ആയാൽ മതി. അപ്പൊ എഴുതിക്കോ, എ ബോഡി ഈസ് സെയ്ഡ് ടു ബി in rotational equilibrium. A body is said to be in rotational equilibrium when the net torque, a body is said to be in rotational equilibrium when the net torque acting on the body is 0. When the net torque acting on the body is 0. When the net torque acting on the body is 0. Okay, net torque acting on the body is 0. ഇനി നോക്കിക്കേ, ഏതെങ്കിലും ഒരു റോഡിൽ ഒരു ബോഡി ഇങ്ങനെ തൂങ്ങിക്കിടക്കണെന്ന് വിചാരിക്കും. അതിലേക്ക് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് അപ്ലൈ ചെയ്യണേ. ഇവിടെ നിന്ന് ഫോഴ്സ് കൊടുക്കണം ഈ ബോഡിയിലേക്ക്, ഈ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു മാസുള്ള ഈ ബോഡിയിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ ഫോഴ്സ് കൊടുക്കണേ. അപ്പൊ ഈ ഡയറക്ഷനിൽ ഞാൻ ഫോഴ്സ് കൊടുക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ബോഡി എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതായത് ഈ ഒരു ബോഡിയിലേക്ക് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ തട്ടിക്കൊടുക്കണേ. അപ്പൊ ഇവിടെ നിന്ന് തട്ടിക്കൊടുക്കുമ്പോൾ ഈ ബോഡി ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി അതേസമയം ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കണമെന്ന് വിചാരിക്കും. അവിടെ നിന്നും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇവിടെ നിന്നും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കണേ, റൊട്ടേറ്റ് ചെയ്യില്ല, അത് പറയാൻ പോകും. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുമെങ്കിൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ശരിക്കും ഇമാജിൻ ചെയ്ത് നോക്കണോട്ടെ. ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്, അതിലേക്ക് ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ആ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകും. അതേസമയം ഞാൻ ഇവിടെ നിന്ന് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ പോകും. ഓക്കെ, രണ്ട് ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ടോർക്കിന്റെ വാല്യൂ 0 ആയിരിക്കും. അത് തന്നെ പറയാൻ പോകുന്നു. ടോർക്ക് എങ്ങനെയാ 0 ആവുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പോകും. അപ്പൊ ഈ ബോഡിയിലേക്ക് ഇവിടെ നമുക്ക് രണ്ട് ടോർക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നിന്നും ഒരു ഫോഴ്സ് വരുന്നുണ്ട്, ഇവിടെ നിന്നും ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഫോഴ്സിന്റെ റൊട്ടേഷൻ എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു, രണ്ട് സ്ഥലത്തു നിന്നും ടോർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടത്തെ ടോർക്ക് എന്ന് പറഞ്ഞ ടോർക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. അല്ലാതെ നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ, ഡിസ്റ്റൻസും ഫോഴ്സും. അപ്പൊ ടോ ഈക്വൽ ടു ഇവിടത്തെ F1 ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്നത് F1
ഇൻറ്റു ഡിസ്റ്റൻസ് ഏതാ ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് OB ഇങ്ങനെ എടുത്തേ. ഇനി അടുത്ത ടോർക്ക് ടോ ഈക്വൽ ടു F2 ഇൻറ്റു ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോ OA. ഓക്കെ, ഇനി ഇവിടെ അറ്റ് എ ടൈം രണ്ട് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഫോഴ്സിന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? കൊടുക്കുന്ന രണ്ട് ഫോഴ്സും ബോഡി റൊട്ടേറ്റിംഗ് ആയിരിക്കും, കൊടുക്കുന്ന രണ്ട് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഹൊറിസോണ്ടൽ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അപ്പൊ ഫോഴ്സിന്റെ വാല്യൂ അതായത് F1 OB ഈക്വൽ ടു F2 OB. F1 OB F2 OB ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ടോർക്ക് എന്തായി? ടോ1 ടോ2 രണ്ട് ടോർക്ക്. ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു. അപ്പൊ രണ്ട് ടോർക്ക് ഉണ്ടാവുന്നു. അപ്പൊ ടോർക്കിന്റെ വാല്യൂ എന്തായി പോയി? ടോർക്കിന്റെ വാല്യൂ ടോ1ഉം ടോ2ഉം ഈക്വൽ ആയി. ദാറ്റ് മീൻസ് അവിടെ എന്തായി? 0 ആയി പോയി. വാല്യൂ എന്തായി പോയി? 0 ആയി പോയി. അപ്പൊ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സിന്റെ നെറ്റ് ടോർക്കിന്റെ വാല്യൂ എന്തായി പോയി? 0 ആയി പോയി. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തു, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തു, രണ്ട് സ്ഥലത്തു നിന്നും ഫോഴ്സ് കൊടുത്തപ്പോ രണ്ട് ടോർക്ക് ഉണ്ടായി അല്ലെ? ടോർക്കിന്റെ രണ്ടിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ എന്താ സംഭവിക്കുക? അത് ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ ടോർക്കിന്റെ വാല്യൂ അവിടെ 0 ആയി. 0 ആയി കഴിഞ്ഞപ്പോ ബോഡി എന്ത് കണ്ടീഷനിൽ നിൽക്കും? ഈ ബോഡി സ്റ്റേബിൾ ആയിട്ട് അനങ്ങാതെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് എഴുതി എടുത്തോട്ടെ. ഇത് വരച്ചിട്ട് എഴുതണേ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്. ഡിസ്റ്റൻസ് രണ്ടും ഫോഴ്സ് രണ്ടും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫോഴ്സ് സെയിം ആണെങ്കിൽ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഇതിന്റെ ഏകദേശം സെന്ററിലായിട്ടായിരിക്കും ഈ ബോഡി വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസും സെയിം തന്നെ. ഏത് ഫോഴ്സ് സെയിം ക്യാൻസൽ ആയി പോകും. അപ്പൊ ടോർക്കിന്റെ വാല്യൂ ഇവിടെ എന്താ? ഫോഴ്സ് സെയിം ആയെന്ന് ഉദ്ദേശിക്കുന്നത് ടോർക്കും സെയിം ആയി. അപ്പൊ ടോർക്ക് ക്യാൻസൽ ആവുമ്പോഴല്ലേ ടോർക്കിന്റെ വാല്യൂ 0. നെക്സ്റ്റ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി 0 ആകുമ്പോഴാണ് ബോഡി എപ്പോഴാവുന്നത്? റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാവുന്നത്. അപ്പൊ ഫോഴ്സിന്റെ വാല്യൂ നീ പറഞ്ഞ പോലെ ഈക്വൽ ആയി 0 ആയി പോയിട്ടുണ്ടെങ്കിൽ ടോർക്കും അവിടെ എന്തായി? 0 ആയി. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിച്ചേ. ഇനി അടുത്തത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ടിങ് എറ്റ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ. അതായത് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഒരെണ്ണം ഇങ്ങോട്ടും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബോഡിക്ക് എന്തായിരിക്കും സംഭവിക്കുക? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? റൊട്ടേഷൻ ആയിരിക്കും വരുന്നത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഈക്വൽ ആണ് പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? റൊട്ടേഷൻ. ഓക്കെ, ഒരെണ്ണം ഈ ഡയറക്ഷനിൽ, ഒരെണ്ണം ഈ ഡയറക്ഷനിൽ. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നോക്കിയാൽ ഇങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഒരു ഫോഴ്സ് താഴേക്കാണെങ്കിൽ ഇത് റൊട്ടേഷൻ, അതായത് ലീനിയർ മൂവ്മെന്റ് ഇതിന് ഉണ്ടാകില്ല. പകരം എന്തായിരിക്കും ഉണ്ടാവുന്നത്? റൊട്ടേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ നിൽക്കണം നോക്കിക്കേ. ഇങ്ങനെ നിൽക്കുന്ന ഒരു ബോഡി, അതിന് എന്ത് ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുന്നത്? ഇങ്ങനെ നിൽക്കുന്ന ഒരു ബോഡിയാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ വരച്ചേക്കുന്നത് ഈ ഡയറക്ഷനിലാണ് വരച്ചേക്കുന്നത്. അത് ഇങ്ങനെയാന്ന് വിചാരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഈക്വൽ ആണ് പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ലൈൻ ഓഫ് ആക്ഷനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഇതിന് എന്താ ഉണ്ടാവുന്നത്? ലീനിയർ മൂവ്മെന്റ്, അതായത് ഇങ്ങോട്ടും ഇത് മൂവ് ചെയ്യില്ല, ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. പകരം എന്തായിരിക്കും ഇതിന് ടെൻഡൻസി ഉണ്ടാവുന്ന? റൊട്ടേഷൻ.
മനസ്സിലായോ? അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ടിങ് എ ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ, രണ്ട് ലൈൻ ഓഫ് ആക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുക, ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതിന് ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ടാവില്ല, ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ടാവില്ല, ലീനിയർ മൂവ്മെന്റ് അതിന് ഉണ്ടാവില്ല. പകരം എന്തിനുള്ള ടെൻഡൻസി ആയിരിക്കും അതിനുണ്ടാവുന്ന? റൊട്ടേഷൻ. മനസ്സിലായോ? ഓക്കെ, എഴുതിക്കോ. പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് കപ്പിൾ. എന്ത് പറയും? ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഫോഴ്സ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ, രണ്ട് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് കപ്പിൾ. എന്താണ് കപ്പിൾ? വേർഡ്, ഈ വേർഡ് കേൾക്കുമ്പോ കേൾക്കാത്ത പോലെ ഇരിക്കരുത്. കപ്പിൾ എന്താണ്? ഓക്കെ, പറയാം. എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾ. COUPLE couple. A pair of equal and opposite forces. A pair of equal and opposite forces acting at different line of action. A pair of equal and opposite forces acting different line of action. Line of action. A pair of equal and opposite forces acting at different line of action is called couple. ഓക്കെ, അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോ അവിടെ എന്താ ഉണ്ടാവുന്നത്? റൊട്ടേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ഫിഗർ നോക്കിക്കേ, കണ്ടാതെ നമ്മളൊരു ബോട്ടിലിന്റെ എന്തെങ്കിലും ലിഡ് തുറക്കൂലേ, അതൊരു കപ്പിളാണ്. നോക്കിക്കേ, കണ്ട. അപ്പൊ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോ അവിടെ എന്താ ഉണ്ടാവുന്നത്? റൊട്ടേഷൻ. ഞാൻ നോക്കിക്കേ, കണ്ട. നോക്കിയേ, കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് തിയറമാണ് പഠിക്കാനുള്ളത്. ഇത് തിയറമായിട്ട് തന്നെ സ്റ്റേറ്റ് ചെയ്യാനുണ്ടാവും. പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇമ്പോർട്ടന്റ് ആണ് ഈ തിയറം രണ്ടെണ്ണം. അത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതല്ലേ, ഹെഡിങ് എഴുതല്ലേ. അതിനു മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെ ഈ ചാപ്റ്ററിൽ പഠിച്ചോന്ന് റീകളക്ട് ചെയ്തേ. റിജിഡ് ബോഡി എന്താന്ന് പഠിച്ചു. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗ്ലിജിബിൾ മാസ് ഉള്ള ഒരു സാധനം. ഓക്കെ, അതിനാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ബോഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എന്താ മീൻ? ഫാഹിമിന് ഓർക്കാൻ വരുന്നുണ്ടോ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താ? കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. കുറെ പാർട്ടിക്കിൾസ് ഉള്ള ഒരു ബോഡീനെയാണ് നമ്മൾ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി റിജിഡ് ബോഡി എന്താന്ന് നമ്മൾ പറഞ്ഞു. റിജിഡ് ബോഡി എന്താ? ഇതൊക്കെ ഇപ്പൊ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ്, അതുകൊണ്ട് പഠിച്ചു തന്നെ പോവാ. റിജിഡ് ബോഡി എന്താ? ഈക്വലി ഡിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സൈസിന് ഷേപ്പിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് സൈസിന് ഷേപ്പിനൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ റിജിഡ് ബോഡിക്ക് മൂന്ന് ടൈപ്സ് റൊട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? റോളിങ്, റൊട്ടേഷണൽ, ട്രാൻസ്ലേഷൻ. ഇത് ബേസിക് കാര്യങ്ങളാണ്, ഇതൊന്നും മറന്നു വരുന്നത്. റിജിഡ് ബോഡി എന്താന്ന് മറക്കരുത്. ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. സൈസിനും ഷേപ്പിനും ഒന്നും എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 3 റൊട്ടേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് റൊട്ടേഷണലും ട്രാൻസ്ലേഷനും ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ടേം നമുക്ക് പഠിക്കാനുള്ളത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അടുത്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. എഴുതിക്കോ, മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആംഗുലർ മൊമെന്റ് ഒന്നും പറഞ്ഞില്ല ഡെഫിനിഷൻ. അത്രയും മതി. മൊമെന്റ് ഓഫ് മൊമെന്റം അതാ ഡിഫൈൻ ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് മൊമെന്റം. മറ്റേത് എന്തായിരുന്നു? ടോർക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലേ പറഞ്ഞത്. ഇത് മൊമെന്റ് ഓഫ് മൊമെന്റം. അത് ശ്രദ്ധിച്ചേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഇനർഷ്യ എന്താന്ന് അറിയാലോ. ഇനർഷ്യ എന്താ? ഇനർഷ്യ എന്താ? അർജുൻ പറഞ്ഞേ, അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇനർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്ത് തന്നെയാ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പാർട്ടിക്കിൾ എന്ത്? മറ്റേതിൽ നമ്മൾ പഠിച്ച ഇനേർഷ്യ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ ഒന്നെങ്കിൽ മൂവിംഗ് ആയിരിക്കും അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും. അപ്പൊ അതിന്റെ ഇനബിലിറ്റി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് പോകാൻ അല്ലെങ്കിൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് പോകാൻ. ഇവിടെ നമ്മൾ പഠിച്ച പാർട്ടിക്കിൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നല്ലേ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ആ ഒരു പാർട്ടിക്കിളിന്റെ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യാനുള്ള ബോഡിയുടെ ഒരു ക്യാരക്ടർ, അതായത് റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പഠിച്ച എന്താ? ഇനബിലിറ്റി ടു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഇവിടെ അതിന് പകരം എന്താ? റെസ്റ്റും അല്ല മോഷനും അല്ല, പകരം എന്താന്ന് മാത്രമേ ഉള്ളൂ? റൊട്ടേഷൻ. അതായത് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബോഡിയുടെ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി, അത്രയുള്ള എന്ത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, റൊട്ടേറ്റ് ആ ഒരു ബോഡിയുടെ റൊട്ടേറ്റിംഗ് പ്രോപ്പർട്ടീനെ ഒപ്പോസ് ചെയ്യുന്നു. ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഇനബിലിറ്റി ആണ്. മറ്റേത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഇവിടെ പകരം എന്താ വരുന്നത്? ആ ബോഡിയുടെ റൊട്ടേഷൻ. ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ റൊട്ടേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യാൻ, അതായത് റൊട്ടേറ്റ് ചെയ്യാതിരിക്കാൻ, റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യാനുള്ള ബോഡിയുടെ ഒരു ക്യാരക്ടർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. എഴുതിക്കുക. ഫാഹിം ഒന്ന് മോൻ കഴുകണേ കഴുകിട്ടോ, കഴുകിട്ടോ. അതെ കൂട്ടോ. സെന്റൻസ് പറയാനാണ് അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നിനക്ക് പോണോ? ആ പറയാം, അവര് വന്നോട്ടല്ലേ, ഞാൻ പിന്നെ പറയാം. Okay, എന്നാ എഴുതിക്കോ. Moment of inertia is the property by which moment of inertia is the property by which moment of inertia is the property by which a body opposes moment of inertia എഴുതിക്കോട്ടാ. Moment of inertia is the property by which a body opposes oppose ചെയ്യുന്നല്ല നമ്മൾ പറഞ്ഞത്. എന്തിനാ ഒപ്പോസ് ചെയ്യുന്നത്? റൊട്ടേഷൻ. എ ബോഡി ഒപ്പോസസ് ചേഞ്ച് ഇൻ റൊട്ടേഷണൽ മോഷൻ of a body about an axis. Okay, അപ്പൊ എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ is the property by which a body opposes change in rotational motion of the body about an axis. ആ റൊട്ടേഷണൽ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി. ഓക്കെ, റൊട്ടേഷണൽ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി, അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സെന്റൻസ് ഇപ്പൊ തന്നെ കറക്റ്റ് ആക്കി പോണേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ is the property by which ഓക്കെ, കിട്ടിയാ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടിയാ? ബേസിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഒരു റിജിഡ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യണേ. ശ്രദ്ധിക്കണേ, ഒരു റിജിഡ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യണേ. അത് ഇപ്പോ AB എന്ന് പറയുന്ന ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേന്ന് വിചാരിക്കാം. ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യണേ. ഒരു ബോഡി കൺസിഡർ ചെയ്തു, അത് AB എന്ന് പറയുന്ന ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ ഇതിന്റെ സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് R ആയിട്ട് എടുക്കാം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് സെന്റൻസ് എഴുതിയല്ല. സെക്കൻഡ് സെന്റൻസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ I ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? I. ഇനേർഷ്യ I. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു mr സ്ക്വയർ. ഓക്കെ, I ഈക്വൽ ടു mr സ്ക്വയർ. M എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇതൊരു റിജിഡ് ബോഡി അല്ലേ? ഈ റിജിഡ് ബോഡിയിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ പാർട്ടിക്കിൾസിന്റെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? M ആയിട്ട് പറയുന്നത്. I ഈക്വൽ ടു mr സ്ക്വയർ. സ്മോൾ ലെറ്റർ തന്നെ ഇട്ടാലും മതി. I ഈക്വൽ ടു mr സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു റിജിഡ് ബോഡി ശ്രദ്ധിച്ചേ. ഈ ഒരു റിജിഡ് ബോഡി, ഒരു ബോഡി ഇരിക്കണേണ്. ആ ബോഡി AB എന്ന് പറയുന്ന ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യണേ. ഓക്കെ, അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ R ആയിട്ട് എടുത്ത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു mr സ്ക്വയർ. M എന്താ?
മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പൊ നമ്മൾ ഒരൊറ്റ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്താണ് അതിന്റെ മാസ് എം ആയിട്ട് എടുത്തത്. ഇനി ഇതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു പാർട്ടിക്കിളിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ mr² എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. ഇനി ഇതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ വരും? I ഈക്വൽ ടു, ഇപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ മാസ് m1 ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ r1 ആയിട്ട് എടുക്കും. അപ്പൊ എങ്ങനെ എഴുതാം? I ഈക്വൽ ടു m1r1² പ്ലസ്, ഇനി അടുത്ത ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു റിജിഡ് ബോഡിയിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അടുത്ത പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ മാസ് m2. അതിൽ നിന്ന് ഈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ r2 ആയിട്ട് എടുക്കും. അപ്പൊ എങ്ങനെ എഴുതാം? m2r2² പ്ലസ് അടുത്ത കുറെ പാർട്ടിക്കിൾ ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിക്കുക. അടുത്തതൊരു m3, അടുത്തൊരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ മാസ് m3r3². അപ് ടു എവിടെ വരെ പോവാം? mnrn². ഓക്കെ, അപ്പൊ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അതിന്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ വരും? ഇങ്ങനെ വരും. മൊമെന്റ് ഓഫ് ഇനർഷ്യ I ഈക്വൽ ടു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ആദ്യം ഇതൊന്ന് വരച്ചെടുത്തിട്ട് എഴുതിക്കേ. വരച്ച് ഇത് ഇത്ര എഴുതിയിട്ട് ഞാൻ സെന്റൻസ് പറയാം കേട്ടോ. ഇക്വേഷൻ എഴുതി ബോക്സ് ചെയ്താ അത് കഴിഞ്ഞ് എഴുതിക്കോ. m is the mass and r is the perpendicular distance between particle and axis of rotation. R is the perpendicular distance between particle and axis of rotation. M is the mass and r is the perpendicular distance between പാർട്ടിക്കിളും ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മനസ്സിലായോ? മാസ്, ഇതൊരു റിജിഡ് ബോഡിയിലെ പാർട്ടിക്കിളിന്റെ മാസ് ആണ് നമ്മൾ m ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഈ പാർട്ടിക്കിളും ഈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? r എന്ന് പറയാം. R is the perpendicular distance between particle and axis of rotation. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ is the product of mass. മൊമെന്റ് ഓഫ് ഇനർഷ്യ is the product of mass. ആ സെന്റൻസ് എഴുതിയാ? m r എന്താന്ന് എഴുതിയാ? ഇനി അടുത്ത് എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ is the product of mass and perpendicular distance, square of product of mass and square of perpendicular distance between particle and axis of rotation. Particle and axis of rotation. എഴുതിയാ? അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിയാ? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഡെഫിനിഷൻ എന്താണ് ഒന്ന് പറഞ്ഞേ. ഇപ്പൊ തന്നെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വായിക്കേണ്ട ആവശ്യമില്ല. അല്ല, അടുത്ത ക്ലാസ് ഞാൻ ഇത് ചോദിക്കും. ഇനബിലിറ്റി റൊട്ടേഷൻ, അത് സെന്റൻസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞോട്ടാ. അങ്ങനെ തന്നെ പറയാ. അടുത്തത് ഇക്വേഷൻ. ഇതെല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുവേ. ചോദിച്ചിട്ടേ ഞാൻ ക്ലാസ് തുടങ്ങുള്ളൂ. പഠിച്ചിട്ട് തന്നോട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. I ഈക്വൽ ടു mr². ഇനി നമുക്ക് തിയറം പഠിക്കാം. പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഫസ്റ്റ് പാരലൽ ആക്സിസ് എഴുതിയാൽ മതി. പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ഇതിങ്ങനെ തന്നെ പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് എന്താണോ അതുപോലെ തന്നെ പഠിക്കുക. ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം ഓർ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഏതെങ്കിലും ഒരു തിയറം ചോദിക്കും, റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, പാരലൽ ആക്സിസ് തിയറത്തിന് നമ്മൾ ഫസ്റ്റ് ഓരോ സ്റ്റെപ്പ് നോക്കി നിൽക്കണേ. വരക്കണം, അതുപോലെ തന്നെ വരക്കുക. അതുപോലെ തന്നെ സെന്റൻസ് സ്റ്റേറ്റ് ചെയ്യണം. ചെയ്യാനേ ചോദിക്കുള്ളൂ. ഏതെങ്കിലും രണ്ടിൽ ഒരെണ്ണം ചോദിക്കും. അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനാ
അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. പ്രോബ്ലംസ് അല്ലാതെ തന്നെ ഡെറിവേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. കാരണം മറ്റേ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു, പഠിച്ച ബേസിക് കാര്യങ്ങളല്ലേ, അതിൽ നിന്ന് പ്രോബ്ലംസേ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇതിപ്പോ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ്. ഇതിന് എന്ത് വന്നാലും ഒരു ഡെറിവേഷൻ ഉണ്ടാവും, എന്തിന്റെങ്കിലും ഒരെണ്ണത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം ഉണ്ടാവും. അപ്പൊ പാരലൽ ആക്സിസ് തിയറം ഒരു റിജിഡ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്ത്, ശ്രദ്ധിക്കണേ, ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ എ ബി എന്ന് പറയുന്ന ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. എ ബി എന്ന് പറയുന്ന ഒരു ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇതിന്റെ ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് ഞാനിപ്പോ എ ആയിട്ട് എടുത്തു. ഓക്കെ, എ ആയിട്ട് എടുത്ത് ഇനി അടുത്ത ഒരു ആക്സിസ്, ഇതൊരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്ത് അടുത്ത ഒരു ആക്സിസ് ഇതിന് പാരലൽ ആയിട്ട് വരക്കണേ, പാരലൽ ആയിട്ട് വരക്കണേ. ഓക്കെ, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ആക്സിസ് ഇതിന് പാരലൽ ആയിട്ട് വരച്ചു. ഒരു ബോഡി കൺസിഡർ ചെയ്തു, അത് എ ബി എന്ന് പറയുന്ന ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യണേന്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ എ ആയിട്ട് എടുത്തു. ഇനി അടുത്ത ഒരു ആക്സിസ് നമ്മൾ ഇതിന് പാരലൽ ആയിട്ട്, എ ബിക്ക് പാരലൽ ആയിട്ട് അടുത്ത ഒരു ആക്സിസ് വെച്ചിട്ടുണ്ട്, ആക്സിസ് വരച്ചു, സി ഡി എന്ന് പറയുന്ന ഒരു ആക്സിസ് വരച്ചു. ഏതാണ്? റിജിഡ് ബോഡി, അതിന്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. അതായത് അടുത്ത ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇതിന് എ ബിക്ക് പാരലൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത്, അതായത് ഈ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ കൂടി കടന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഓക്കെ, എ ബിക്ക് പാരലൽ ആയിട്ട് റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എന്താന്ന് നമ്മൾ പഠിച്ചേ? സെന്റർ ഓഫ് മാസ് എന്താ പഠിച്ചേ? അമലിന് ഓർമ്മയുണ്ട സെന്റർ ഓഫ് മാസ്? സെന്റർ ഓഫ് മാസ് എന്താ? ഞാൻ കാണിച്ചൊക്കെ തന്നെയല്ലേ, പേന വെച്ച് കാണിച്ചു തന്നെയല്ലേ? എന്താ പഠിച്ചേ? ഒരു പോയിന്റില് മാസ്, entire mass of the body is concentrated at a point, that is called center of mass. അപ്പൊ ഈ ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ കൂടിയാണ് അടുത്ത ആക്സിസ് വരച്ചേക്കുന്നത്, സി ഡി എന്ന് പറയുന്ന ആക്സിസ് വരച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഞാൻ ICM എന്ന് പറഞ്ഞ് കൊടുത്തു. ICM സെന്റർ ഓഫ് മാസ് ഞാൻ കൊടുത്തു. ഓക്കെ, സെന്റർ ഓഫ് മാസ്, അതായത് ഇപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, സെന്റർ ഓഫ് മാസ് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞ്, അപ്പൊ അതാണ് സെന്റർ ഓഫ് മാസ്. ഇനി ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ എ ബിക്ക് പാരലൽ ആയിട്ടാണ് ആരെ വരച്ചേക്കുന്നത്? എ ബി പാരലൽ ടു സി ഡി, എ ബിയും സി ഡിയും പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ സെന്റർ ഓഫ് മാസിൽ കൂടി, അതായത് ഈ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ കൂടി നമ്മൾ അടുത്ത ആക്സിസ് കൺസിഡർ ചെയ്തു. അതിന്റെ സെന്റർ ഓഫ് മാസ് ഈ പോയിന്റ്. അപ്പൊ ഏകദേശം മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു, മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM. അപ്പൊ ICM എന്ന് പറഞ്ഞാൽ എന്താ? ICM is the moment of inertia of the body about an axis CD. ICM is the moment of inertia of the body about an axis CD. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതായത് ഈ ഒരു ആക്സിസിൽ കൂടി ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ICM എന്ന് എഴുതി. ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ആൻ ആക്സിസ് AB. ICM is the moment of inertia of the body about an axis CD. CD-യിൽ കൂടിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ആൻ ആക്സിസ് AB. AB-യിൽ കൂടെ മൂവ് ചെയ്യുന്ന, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി പാരലൽ ആക്സിസ് തിയറം ഒരു ഇക്വേഷനും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ I മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ദിസ് ആക്സിസ് is equal to ICM plus MA സ്ക്വയർ. ഇതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഓക്കെ, ICM plus MA സ്ക്വയർ. അപ്പൊ രണ്ട് ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ IAB, ഇത് IAB ആണെന്ന് വിചാരിക്കാം. IAB മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ആൻ ആക്സിസ് AB is equal to മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ആൻ ആക്സിസ് CD plus product of mass and square of distance between the particle and the axis of rotation. അതാണ് ഏത് പറയുന്ന പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഇത് എഴുതി വെക്കുക, സ്റ്റേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആദ്യം തന്നെ ഈ ഫിഗർ ഒന്ന് വരച്ച്, ഫിഗർ വരച്ചിട്ട് ഇത് എഴുതിക്കോ. ICM is the moment of inertia of the body about an axis CD. തിയറം ഞാൻ സ്റ്റേറ്റ്മെന്റ് തരാം, ജസ്റ്റ് ഇത്ര എഴുതും.
സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. സ്റ്റേറ്റ്മെന്റ് പ്ലസ് ഇക്വേഷൻ, അതാണ് നമുക്ക് വേണ്ടത്. ഫിഗർ വരക്കുക. അപ്പൊ പാരലൽ ആക്സിസ് തിയറം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഈ ഫിഗർ അതുപോലെ തന്നെ വരക്കുക, ഇക്വേഷൻ എഴുതുക, സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഓക്കെ, ഏതാടാ? എം മാസ്, എ എന്താ? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ഏതാണ്? ഇങ്ങനെ ഇക്വേഷൻ നിനക്ക് ടെക്സ്റ്റിൽ 6 ആണെങ്കിൽ ഞാൻ 6 ആക്കി തരാം. ടെക്സ്റ്റിൽ എ തന്നെ. ഏതാണോ? എ തന്നെ എടുത്താൽ മതി. എ കൊടുത്തേക്കണം. ഓക്കെ, എഴുതിയാ? ഇത്ര എഴുതിയാ? എഴുതിക്കോ. പാരലൽ ആക്സിസ് തിയറം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി about an axis, moment of inertia of a body about an axis, about an axis, about an axis is equal to, about an axis is equal to, moment of inertia of a body about an axis is equal to sum of, state ചെയ്യേണ്ടത് sum of, അത്ര എഴുതിയാ? Sum of moment of inertia, sum of moment of inertia of a body, sum of moment of inertia of a body about a parallel axis, about a parallel axis. അതായത് ഇവിടുത്തെ moment of inertia എന്ന് പറയുന്നത് moment of inertia of a body about an axis is equal to sum of moment of inertia of a body about a parallel axis, about a parallel axis, and product of and product of mass and complete ചെയ്തോട്ടെ എന്നിട്ട് പറയാവേ. mass and square of distance between them, square of distance between them. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ, ശ്രദ്ധിച്ചോ. അതായത് ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും. നോക്കിക്കേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ്. നോക്കിക്കേ, ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ശ്രദ്ധിച്ചേ, ഈ ഇക്വേഷൻ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഐ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ്, ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, അത് കണ്ടുപിടിക്കാൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് moment of inertia of a body about a parallel axis. അതായത് ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ്. moment of inertia of a body about a parallel axis plus product of mass and square of distance between them. കിട്ടിയ? ആ ഇക്വേഷൻ ബേസ് ചെയ്ത് വേണം പഠിക്കാൻ, അല്ലാതെ നമ്മൾ തിയറി ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, അതിൽ നിന്ന് പറയാൻ നോക്കുക. സിമ്പിൾ ആയിട്ട് പറയാം. ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഐ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. Moment of inertia of a body about an axis is equal to
moment of inertia of a body about a parallel axis. Parallel axis ഉള്ള moment of inertia plus product of mass and square of distance between them. കിട്ടിയ ആ ഇക്വേഷൻ വെച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പൊ തന്നെ പഠിച്ചു പോണേ വേഗം. ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റുമോ നോക്ക്. About an axis, ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി about a parallel axis. അത് സമ്മന്ന് പറഞ്ഞല്ല. ആൻഡ് product of mass and distance, square of distance between them. എടാ ഇക്വേഷൻ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലാതെ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറിപ്പോവും. കിട്ടിയാ? അമ്മന് കിട്ടിയാ? അത് ഒന്ന് പറഞ്ഞു നോക്കിയല്ലേ, ഞാൻ ചോദിക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് പറയൂ? പറഞ്ഞു നോക്കാം, അടുത്ത ക്ലാസ്സിൽ ചോദിക്കൂട്ടാ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? പാരലൽ ആക്സിസ് തിയറം. അടുത്തത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇല്ല, ചോദിച്ചോളാം, അതാ നല്ലത്. ക്വസ്റ്റ്യൻ ചോദിച്ചോളാം, അതല്ലേ നല്ലത് അല്ലേ അർജുൻ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയില്ലേ, എഴുതണ്ടല്ല. അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതിയില്ലേ? റിവിഷൻ ഈ ചാപ്റ്റർ തീർത്തിട്ടേ റിവിഷൻ തുടങ്ങുള്ളൂ. നമുക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് അല്ലേ? ഓക്കെ, പഠിച്ചു കഴിഞ്ഞാ ക്വസ്റ്റ്യൻ കിട്ടിയാ പറയാൻ റെഡിയായ? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാ മതി. അമ്മന് കിട്ടിയാ? ഓൺലൈനിൽ ആരും ഇല്ല, ആകെ ടീച്ചർ മാത്രമല്ലേ ആബ്സെന്റ് ഉള്ളു. വേറെ ആരും ഇല്ല ഇനി. ടീച്ചർ പ്രചീന ആബ്സെന്റ്. ക്രിസ് ഉണ്ടല്ലേ? ഓക്കെ, അടുത്തത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ്, ഒരു പ്ലെയിൻ ലാമിന നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. മറ്റേത് വരക്കാൻ കിട്ടിയല്ല? പാരലൽ ആക്സിസ് തിയറം വരക്കാൻ കിട്ടിയ? ക്ലാസ് ഇരിക്കുമ്പോ തന്നെ പഠിച്ചു പോകാനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത്. അല്ല, ഇപ്പൊ ഓർമ്മ ഉണ്ടാവും, പിന്നെ ഓർമ്മ കിട്ടില്ല. അത് ജസ്റ്റ് അപ്പൊ തന്നെ ക്ലാസ് ഇരിക്കുമ്പോ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കുഴപ്പമില്ല. അപ്പൊ അത് വരക്കാൻ കിട്ടി. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന് വേണ്ടി നമ്മളൊരു പ്ലെയിൻ ലാമിന, അതായത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ്, പ്ലെയിൻ ലാമിന, പ്ലെയിൻ സർഫസ് പോലത്തെ ഒരു സംഭവം നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിന് ആക്സിസ് വരക്കണേ. ഇത് ഏത് ആക്സിസ് ആയിരിക്കും? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പൊ മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസ് ഉണ്ട്. എക്സ്, വൈ, ഇസഡ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്ന് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു ലാമിന, അതിൽ മൂന്ന് ആക്സിസ്. ഓക്കെ, ഇനി ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, നമുക്ക് എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ഐ എക്സ് എന്ന് എടുക്കാം. വൈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ വൈ എന്നെടുത്ത്, ഇനി ഇസഡ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഇസഡ് എന്ന് പറഞ്ഞെടുത്ത്. ഓക്കെ, ഒരു ലാമിന മൂന്ന് ആക്സിസ് വരച്ച് എക്സ്, വൈ, ഇസഡ്. ഐ എക്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എക്സ് ആക്സിസ്, ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് വൈ ആക്സിസ്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫാൻ ഓഫ് ചെയ്യണം. ഇനി ഐ ഇസഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഇസഡ് ആക്സിസ്. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ ഐ ഇസഡ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഇസഡ് ആക്സിസ്. ഐ ഇസഡ് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഇസഡ് ആക്സിസ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇത്രയേ ഉള്ളൂ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. വേഗം ഫിഗർ വരച്ചോ, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
ഓക്കെ. അപ്പൊ നമ്മൾ മറ്റേത് ഇക്വേഷൻ പഠിച്ച പോലെ ഇനി ഇത് സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ of a plain lamina moment of inertia of a plain lamina about an axis moment of inertia of a plain lamina about an axis perpendicular to its plane. അതിന്റെ പ്ലെയിന് തന്നെ perpendicular to its plane its plane is equal to the sum of moment of inertia of the lamina about any two mutually perpendicular axis in its plane and intersecting each other at the point where the perpendicular axis meet the lamina. അത് കണ്ട് ഇക്വേഷൻ എഴുതിക്കോട്ടാ. ഇത് എഴുതിയാ IZ equal to IX plus IY where IX and IY സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണോട്ടോ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. IX and IY are the moment of inertia of the lamina. IX and IY are the moment of inertia of the lamina. IX and IY, IX ഉം IY, where IX and IY are the moment of inertia of the lamina about an axis about the perpendicular axis എന്നോളൂ. about the perpendicular axis OX and OY ഒറിജിനെ OX and OY ഈ രണ്ട് പ്ലെയിനിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. IX എന്ന് പറയുന്നത് ഏതാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ പ്ലെയിൻ OX and OY. And IZ perpendicular axis IX and IY. IX IY എവിടെയാടാ? IX IY സെപ്പറേറ്റ് എടുത്തത്, അത് വേറെ ഇക്വേഷൻ ആണ്. IX and IY are the moment of inertia of the lamina about an axis about the perpendicular axis OX and OY. IZ എന്താ? അപ്പൊ IZ is the moment of inertia ഏത് ആക്സിസിലാണ്? OZ ആക്സിസിലാണ്. മനസ്സിലായ? ഇനി ഇതൊന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. അതായത് പാരലൽ ആക്സിസ് കിട്ടിയില്ലേ, അതുപോലെ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറയുമ്പോൾ വരക്കാൻ ശ്രദ്ധിക്കണേ. ഒരു ലാമിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിന് 3 ആക്സിസ് ഉണ്ട്. X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. X ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ IX എന്നെടുത്ത്, Y ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IY എന്നെടുത്ത്, Z ആക്സിസിലെ IZ എന്നെടുത്ത്. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ പ്ലെയിൻ ലാമിന അബൌട്ട് ആൻ ആക്സിസ്, ഇസെഡിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ലാമിന
about an axis perpendicular to its plane. ഇതിന്റെ പ്ലെയിൻ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ നിൽക്കുന്നത്. പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ലാമിന about any two mutually perpendicular. രണ്ട് സം എന്ന് പറയുന്നത് ഐസെറ്റിന്റെ, ശ്രദ്ധിച്ച്, ഐസെറ്റിന്റെ സം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സം ഓഫ്, എന്താ പറയാ, ഈ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ സമ്മാണ്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കേ. Moment of inertia of the plane lamina about an axis perpendicular to its plane is equal to the sum of moment of inertia of two mutually perpendicular axes and intersecting at the point. ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ്. IX എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഏത് പ്ലെയിനിലാണ് IX എന്ന് പറയുന്നത്? ഈ പ്ലെയിനിലെ. IY എന്ന് പറയുന്നത് ഈ പ്ലെയിനിലെ IZ. ഇനി വേഗം ആ രണ്ട് തിയറം ഒന്ന് വേഗം നോക്കിക്കേ. എന്തായാലും ചോദിക്കും, ഏത് എക്സാമിനായാലും അതിൽ രണ്ടിലും ഒരു തിയറം എന്തായാലും ചോദിക്കും. ഒന്നെങ്കിൽ പാരലൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ. മറ്റേത് പഠിച്ചതുപോലെ വേഗം പറഞ്ഞത് കൂടി പറയാം. പാടൊന്നുമില്ല, അത് വായിച്ചു കഴിയുമ്പോൾ അങ്ങ് കിട്ടിക്കോളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇത് മാത്രമല്ല എല്ലാം എഴുതണം. ഫിഗർ, ഇക്വേഷൻ, സ്റ്റേറ്റ്മെന്റ് മൂന്നും വേണേ. ഫിഗർ, ഇക്വേഷൻ, സ്റ്റേറ്റ്മെന്റ് വേഗം നോക്കിക്കോ. വായിച്ചാ ചോദിക്കട്ടെ? ക്ലാസ് കഴിയുമ്പോ ചോദിക്കാം. 5 മിനിറ്റ് മുമ്പ് ചോദിക്കാം. ചോദിക്കണ്ടേ? പേടിപ്പിക്കോ നീ? അല്ല, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ ശരിയാവൂല. സെന്ററിന്റെ അറിയാം. സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ. ഓക്കെ, അടുത്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റെഗുലർ ബോഡീസ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ പഠിച്ചു. എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പഠിച്ചിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ പഠിച്ച I ഈക്വൽ ടു എന്താണ്? ഫാഹിമിന് ഓർമ്മയുണ്ട്. I ഈക്വൽ ടു mr². ഓക്കെ, I ഈക്വൽ ടു mr². ഇനി നമ്മൾ ഓരോ ബോഡിയുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ്. ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതായത് ആക്സിസ്, ആ ഒരു ആക്സിസ് എന്ന് പറഞ്ഞില്ലേ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഒരു മൊമെന്റ് ഓഫ്, ശ്രദ്ധിച്ചേ,
ഇത് ശ്രദ്ധിക്കുക, ഇത് എന്തായാലും ചോദിക്കും. ഈ ഡെറിവേഷൻ ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. റിങ്ങിന്റെ അല്ലെങ്കിൽ ഡിസ്കിന്റെ ചോദിക്കും. റിങ് അല്ലെങ്കിൽ ഡിസ്ക്, അങ്ങനെ കുറച്ച് സംഭവം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ റിങ്ങിന്റെ എടുക്കുന്ന റിങ് ശ്രദ്ധിച്ചിരുന്നു. അതിൽ തന്നെ നമുക്ക് 4 കേസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് അപ്പൊ നോക്കിയാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ. അതായത് ഒരു റിങ്ങിന്റെ സെന്ററിൽ കൂടി ആക്സിസ് പാസ് ചെയ്യണേ. ആ ഒരു കണ്ടീഷനിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റിങ് മനസ്സിലായ എന്നെ കാണിച്ചു തരൂ. റഫ് പേപ്പർ ഉണ്ടോ? പേപ്പർ എന്തെങ്കിലും ഉണ്ടാവില്ല? ആ പേപ്പർ ഒന്നും മതി തൽക്കാലം. വേണ്ടതാ. എങ്ങനെ കാണിച്ചു തരാനാ? അപ്പൊ ഇതൊരു റിംഗ് ആണെന്ന് വിചാരിക്കും. ഇത്രയൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. റിംഗ് മനസ്സിലായില്ലേ? വള കാണിക്കാൻ വേണ്ടി ഇല്ലല്ലോ, അല്ലെ നമുക്ക് അത് കാണിച്ചാൽ മതിയായിരുന്നു. വാച്ച് വള ഉണ്ടായിച്ചാൽ അതൊന്നും മതിയായിരുന്നു. ഓക്കെ, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചാൽ. റിങ് കണ്ടിട്ടില്ലേ? റിങ് കണ്ടിട്ടില്ലേ? ഓക്കെ, ആ റിങ്ങിന്റെ എന്താ പറഞ്ഞേക്കുന്നത്? മൊമെന്റ്. ഇത് റിംഗ് ആണെന്ന് ഇപ്പൊ ഇമാജിൻ ചെയ്യും. വള ഉണ്ടായിച്ചാൽ അത് വെച്ച് കാണിച്ചാൽ മതിയായിരുന്നു. മൊമെന്റ് ഓഫ്, ശ്രദ്ധിച്ചേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. സെന്ററിൽ കൂടി ആക്സിസ് പാസ് ചെയ്യണം. അപ്പൊ എന്റെ പെന്നാണ് ആക്സിസ് എന്ന് വിചാരിക്കണേ. അപ്പൊ ഇത് സെന്ററിൽ കൂടി പാസ് ചെയ്യണേ. ഇതെന്താണ്? ആക്സിസ്. ഇതൊരു റിംഗ്. റിങ്ങിന്റെ സെന്ററിൽ കൂടി നമുക്ക് പല കേസ് പഠിക്കാനുണ്ട്. സെന്ററിൽ കൂടെ പാസ് ചെയ്യണതുണ്ട്, ഡയാമീറ്ററിൽ കൂടെ പാസ് ചെയ്യണതുണ്ട്, അതായത് സൈഡിൽ കൂടി ആക്സിസ് പാസ് ചെയ്യണുണ്ട്. അപ്പൊ പല കേസ് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ, റിങ്ങിന്റെ സെന്ററിൽ കൂടി ആക്സിസ്. അപ്പൊ ഇത് ആക്സിസ് ആണ്. ആക്സിസ് സെന്ററിൽ കൂടെ പാസ് ചെയ്യണേ. മനസ്സിലായ? റിങ്ങിന്റെ സെന്ററിൽ കൂടെ ആക്സിസ് പാസ് ചെയ്യണേ. ആ ഒരു കണ്ടീഷനിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. നമ്മൾ കിട്ടിയല്ല, ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷനിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ റിങ്ങിന്റെ ഉള്ളിൽ കൂടെ ആക്സിസ് പാസ് ചെയ്യണേ. അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊരു റിംഗ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് ആക്സിസ്. ഓക്കെ, ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കുക. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, I ഈക്വൽ ടു mr സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് എങ്ങനെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ സെന്ററിൽ നിന്ന് ഇപ്പൊ ഓരോ പാർട്ടിക്കിൾ ഉണ്ടാവും, കുറെ പാർട്ടിക്കിൾ ഉണ്ടാവും. ഇപ്പൊ ഇതൊരു റിജിഡ് ബോഡി, റിംഗ് എന്ന് പറയുന്ന ഒരു ബോഡിയാണെന്ന് വിചാരിക്കും. അതിൽ കുറെ പാർട്ടിക്കിൾ ഉണ്ടാവും. ഇപ്പൊ M1 M2 ഓരോ പാർട്ടിക്കിളിന്റെ മാസ് ഡിഫറെന്റ് ആയിരിക്കും. M1 M2 M3 അങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും അതിൽ. അപ്പൊ ഈ സെന്ററിൽ നിന്ന്, ഇതെല്ലാം ആക്സിസ്, ഇതാണ് ആക്സിസ്. ഇതിൽ കൂടെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഈ ആക്സിസിൽ നിന്ന് ഈ ബോഡിയിലേക്കുള്ള, റിംഗിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ക്യാപിറ്റൽ R ആയിട്ട് എടുക്കാം. ഇനി ഓരോന്നിന്റെ നോക്കുവാന്ന് വിചാരിക്കും. ഓരോന്നിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ എഴുതി വരുമ്പോ എങ്ങനെ എഴുതാം? M1 R സ്ക്വയർ പ്ലസ് M2, അടുത്ത പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് സെയിം തന്നെയല്ലേ എന്നാലും, M2 R സ്ക്വയർ പ്ലസ് M3 R സ്ക്വയർ, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് R സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. M1 പ്ലസ് M2 പ്ലസ് M3. ഇനി ഈ M1 പ്ലസ് M2 പ്ലസ് M3 എന്നുള്ളത് നമുക്ക് ടോട്ടൽ മാസ്, അതായത് ഈ ഒരു റിംഗിന്റെ ടോട്ടൽ മാസ് M ആയിട്ട് എടുക്കണേ. എങ്ങനെ വരും? I ഈക്വൽ ടു mr സ്ക്വയർ. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് അബൌട്ട് ആൻ ആക്സിസ്. ഇത് തന്നെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി കാണിച്ചു എന്നുള്ളത്, എങ്ങനെ വന്നെന്ന് കാണിച്ചതാ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ എഴുതി കാണിച്ചെന്നാൽ അത് മാത്രം പഠിച്ചാൽ മതി. അത് എങ്ങനെയാ വന്നതെന്ന് കാണിച്ചത്. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ കണ്ടുപിടിക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്താ? I ഈക്വൽ ടു mr സ്ക്വയർ. അപ്പോ ഈ ഒരു റിംഗിന്റെ സെന്ററിൽ കൂടെ ആക്സിസ് പാസ് ചെയ്യണേണ്. അപ്പൊ നമ്മൾ ഓരോ പാർട്ടിക്കിളിന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുത്ത് എഴുതി വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഓക്കെ, ഡിസ്റ്റൻസ് എപ്പോഴും സെയിം തന്നെയാണ്, ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് R സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് എടുത്ത്, R സ്ക്വയർ എല്ലായിടത്തും സെയിം, ബാക്കിയുള്ള M1 പ്ലസ് M2 പ്ലസ് M3. അപ്പൊ I ഈക്വൽ ടു mr സ്ക്വയർ. ഇത് നമുക്ക് വേണ്ടത് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ വേണ്ടി വരും. ഇത് ചോദിക്കാറില്ല, ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഡയമീറ്ററും ടാൻജന്റ് ഒക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ. സെന്റർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എഴുതുക. മനസ്സിലായ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ. സെന്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു, പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ, അതായത് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു. അപ്പൊ ഇക്വേഷൻ കിട്ടിയില്ല. I ഈക്വൽ ടു mr സ്ക്വയർ. ഇത്ര എഴുതിയാൽ മതി. ഈ കണ്ടീഷൻ എഴുതിയിട്ട് ഫിഗർ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വരച്ചിട്ടോ.
ഫിഗർ മനസ്സിലാക്കാൻ വേണ്ടി വരച്ചിട്ടേക്കാം. ഞാൻ പറഞ്ഞ കണ്ടീഷൻ മനസ്സിലായില്ല? റിങ്ങിന്റെ ഉള്ളിൽ കൂടിയാണ് ആക്സിസ്, അതായത് സെന്റർ പോയിന്റിൽ കൂടി ആക്സിസ് പാസ് ചെയ്തു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? I equal to mr². റിംഗ് എന്ന ഹെഡിങ് കൊടുക്കട്ടോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് ഫസ്റ്റ് കണ്ടീഷൻ ആണ്. ഇനി അടുത്തത് ബി പാർട്ട് ആയിരിക്കും വരുന്നത്. എഴുതിയ വരച്ച ആനന്ദ് കഴിഞ്ഞ വരച്ചു കഴിഞ്ഞ അർജുൻ കഴിഞ്ഞ അല്ല, അത് അടുത്ത കണ്ടീഷനാ. നിങ്ങൾ അടുത്ത കണ്ടീഷനാ ഞാൻ പറയാം. നമ്മളെ എഡ്ജ് നീ വെട്ടി അല്ല വെട്ടിക്കോ, അത് പ്രശ്നമില്ല. അതല്ല ഞാൻ പറഞ്ഞത്, അടുത്ത കണ്ടീഷൻ. സെന്റർ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത കണ്ടീഷൻ ആണേ. സെന്റർ വരെ എഴുതി, സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ. അത് അങ്ങനെ ഇനി വേണ്ട, എഴുതി കഴിഞ്ഞിട്ട് വായിക്കാം. കഴിഞ്ഞ ഓക്കെ. അടുത്തത് ഫാഹിമും ആനന്ദും കഴിഞ്ഞ. പകർത്തി വെക്കണേണ് വെറുതെ. നീ എഴുതി കഴിഞ്ഞാടാ? കഴിഞ്ഞ ആനന്ദ് കഴിഞ്ഞ. അവനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം, ഡൗട്ടൊക്കെ ചോദിക്കണം, എന്നിട്ട് അവൻ എഴുതൂല. അവനല്ല ഡൗട്ട് കൂടുതൽ, പക്ഷെ അവനൊന്നും എഴുതൂല. ഡെഫിനിഷൻ പറഞ്ഞല്ലോ പ്രശ്നം. വരക്കണല്ല, അതെന്താണോ വരച്ചു വെക്കണേന്ന് അറിയോ? അതെന്താണോ വട്ടം വരച്ചു വെച്ചേക്കണേ? റിങ് ആയാ മതി. എനിക്ക് ഒരെണ്ണം കൂടി എടുക്കണം, എഡ്ജും കൂടി എനിക്ക് എടുക്കണം വേഗം. ഇപ്പൊ തന്നെ എടുക്കണം എഡ്ജും കൂടി. നീ വരക്ക്, ഒന്നുമില്ല വരക്ക്. എത്ര പേരാ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ഇഷ്ടമുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ട്. കഴിഞ്ഞ ഓക്കെ. അടുത്ത എഴുതിക്കോട്ടാ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. എഡ്ജ് ആ റിംഗ് തന്നെ, റിംഗിന്റെ തന്നെ ആക്സിസ് ഇല്ല, പഴയത് തന്നെ, മാറ്റമൊന്നുമില്ല. ഏതാണ് ഇത്? ബി. സെക്കൻഡ് വൺ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എഡ്ജ്. നേരത്തെ സെന്ററിൽ കൂടി പാസ് ചെയ്തേ. കൺഫ്യൂഷൻ ആണോ മൊത്തം? അല്ല, മൊത്തം എഴുതണമെന്നല്ലേ? അത് എഴുതണം. എഴുതിയ ആദ്യം സെന്ററിൽ കൂടെ പാസ് ചെയ്ത് ഇനി എഡ്ജിൽ കൂടി പാസ് ചെയ്യാൻ പോണേ. എഴുതിയ
ചാപ്റ്റർ എടുത്തു കഴിഞ്ഞതാണല്ലേ. ബ്രേക്ക് ഇത് കഴിഞ്ഞിട്ട് നിർത്താം. അങ്ങനെ എഴുതി വെക്കല്ലേ. 2mr². 2 ബൈയല്ല, 2mr². ഡയമീറ്റർ ആണ് mr²/2 വരുള്ളൂ. 2mr². ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലേറ്റ് ആവൂട്ടാ. ക്ലാസ്സിൽ താമസിച്ച് നിർത്തോളൂ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എഡ്ജ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ? സെന്ററിൽ കൂടി ഓൾറെഡി ഒരു ആക്സിസ് ഉണ്ടാവും, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെന്റർ അല്ലാതെ തന്നെ എഡ്ജിൽ കൂടി ഒരു ആക്സിസ് നമ്മൾ വരക്കണമെന്ന് വിചാരിക്കും. എഡ്ജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ആക്സിസ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ സെന്ററിൽ ഓൾറെഡി അതിനൊരു ആക്സിസ് ഉണ്ട്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതല്ലാതെ മൊമെന്റ് ഒരു ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെന്റർ ഓഫ് ആക്സിസ് ആയിരിക്കുമല്ലോ, സെന്ററിൽ കൂടെ ഒരു ആക്സിസ് ആയിരിക്കും ഫസ്റ്റ് കൺസിഡർ ചെയ്യണത്. ഇനി എഡ്ജിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാ. എഡ്ജ് എന്ന് പറയുമ്പോൾ ആ സൈഡിലായിട്ട്, മനസ്സിലാവുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ പറയണത്? സെന്ററിൽ കൂടെ കൺസിഡർ ചെയ്തു. ഇനി എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ അറ്റത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. റിങ് സെന്ററിൽ കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് ആ ആക്സിസ് ഞാനിപ്പോ AB എന്ന് എടുക്കണേ. അതല്ലാതെ തന്നെ ഇതിന്റെ റിങ്ങിന്റെ എഡ്ജിലായിട്ട് ഇവിടെ ഒരു ആക്സിസ് കൂടി കൺസിഡർ ചെയ്യണേ. ഇപ്പൊ CD എന്ന് പറയുന്ന ഒരു ആക്സിസ് കൂടി കൺസിഡർ ചെയ്യണേ. ഓക്കെ, ഇപ്പൊ ഒരു ആക്സിസ് നമ്മൾ സെന്റർ കണ്ടു, പിന്നെ എഡ്ജിൽ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യണം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ ഒരു ആക്സിസിന് പാരലൽ ആയിട്ട് അടുത്ത ആക്സിസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു തിയറം പഠിച്ചു. ഏതാ? ഒരു ആക്സിസിന് പാരലൽ ആയിട്ടാണ് അടുത്ത ആക്സിസ് വന്നെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ? അതെന്താ പഠിച്ചേ? പാരലൽ ആക്സിസ് തിയറം അല്ലേ പഠിച്ചത്? പാരലൽ ആക്സിസ് തിയറം എന്താ പഠിച്ചേ? I = ICM + MA² അല്ലേ? നമ്മളിത് പഠിച്ചു. ഇനി നോക്കിക്കേ, അപ്പൊ നമുക്ക് ആരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ടത്? ആക്സിസിൽ കൂടി, അതായത് എഡ്ജിൽ കൂടി പാസ് ചെയ്യുന്ന ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ICD, അതായത് ഈ ആക്സിസിന്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആക്സിസിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ആരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? പാരലൽ ആയിട്ടിരിക്കുന്ന ഈ ആക്സിസ് IAB + mr². ഓക്കെ, mr². മനസ്സിലായില്ലേ? ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മറ്റേത് തിരിച്ചായിരുന്നു. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാ? പാരലൽ ആയിട്ടിരിക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ദിസ് ആക്സിസ്, അതായത് എഡ്ജിലുള്ള ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ദാറ്റ്സ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എ പാരലൽ ആക്സിസ്. പാരലൽ ആക്സിസിൽ ഇരിക്കുന്ന ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ദാറ്റ് ഈസ് IAB + mr². ഇനി IAB എന്താ? IAB എന്ന് പറയുന്ന ഈ സെന്ററിൽ ഇരിക്കുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതെന്താ? അതായത് ഈ ബോഡിയുടെ സെന്ററിൽ കൂടി ആക്സിസ് ഉണ്ട്, എഡ്ജിൽ കൂടി ആക്സിസ് ഉണ്ട്. അപ്പൊ ഈ എഡ്ജിൽ കൂടി പോകുന്ന ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പാരലൽ ആയിട്ടിരിക്കുന്ന ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ നോക്കിക്കേ, ICD എന്ന് പറയുന്നതാണ് ഇത്. ICD this is equal to IAB. IAB എന്ന് പറയുന്നത് ഏതാ? സെന്ററിൽ കൂടി പാസ് ചെയ്തു പോകുന്ന ഈ ആക്സിസ്. ഓക്കെ, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏതാ? സെന്ററിൽ കൂടി പാസ് ചെയ്തു പോകുന്ന, റിങ്ങിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്തു പോകുന്നത് നമ്മൾ കണ്ടുപിടിച്ച്. ഫസ്റ്റ് കേസിൽ നമ്മൾ അതല്ലേ കണ്ടുപിടിച്ചേ? റിങ്ങിന്റെ സെന്ററിൽ കൂടിയാണ് പാസ് ചെയ്ത് പോണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര? mr². That's equal to mr² + mr². That's equal to 2mr². ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, I = 2mr². അപ്പൊ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എഡ്ജ്. അപ്പൊ എഡ്ജ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ വരാ? 2mr². പറഞ്ഞു ഏത്? അതായത് ഈ പാർട്ടിക്കിളിന്റെ നോക്കിക്കേ, ഈ പാർട്ടിക്കിളിന്റെ എന്താന്നാ നമ്മൾ പറഞ്ഞേക്കുന്നത്? സെന്റർ ഓഫ് മാസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് ICM. ഇവിടെ ഏത് പാർട്ടിക്കിൾ ആണോ ഇരിക്കുന്നത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നാ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇവിടെ അതിന്റെ വാല്യൂ കണ്ടു.
ഏത് വേറെ മാസമായിരിക്കും? ഏത് ഒരു മാസം? അപ്പൊ ടോട്ടൽ മാസ്, ഒരു മാസം എന്ന് പറയുമ്പോൾ ഇതിന്റെ ടോട്ടൽ പാർട്ടിക്കിളിൽ കുറെ മാസം M1 M2 അങ്ങനെ കുറെ ഉണ്ടാവും. ടോട്ടൽ മാസ് നമ്മൾ M ആയിട്ട് കൺസിഡർ ചെയ്യണം. നമുക്ക് അറിയില്ല, മാസിന്റെ വാല്യൂ ഒന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഈ ഒരു ബോഡിയുടെ ഉള്ളിൽ കുറെ പാർട്ടിക്കിൾ ഉണ്ടാവും, അതിലെ മാസ്. ഇപ്പൊ നിന്റെ മാസ് ഞാൻ M ആയിട്ട് എടുത്ത്, എന്റെ മാസ് ഞാൻ M ആയിട്ട് എടുത്ത്. പാർട്ടിക്കിൾ ഉണ്ട്, കുറെ പാർട്ടിക്കിൾ ഉണ്ട്, അതിന് പല മാസമായിരിക്കും. ഇപ്പൊ M1 + M2 + M3 എന്ന് എഴുതി. ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഞാൻ M ആയിട്ട് അസ്യൂം ചെയ്തു. അതുപോലെ രണ്ട് ബോഡിയുടെ മാസ് M ആയിട്ട് എടുത്തേക്കുന്നു. M ആയിട്ട് എടുത്ത് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോ നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. പ്രോബ്ലം വരുമ്പോ രണ്ട് ബോഡിയുടെ കാര്യമൊന്നും അവിടെ പറയില്ല, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എഡ്ജ്. അപ്പൊ മനസ്സിലാക്കുക, എഡ്ജിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എങ്ങനെയാവും? 2mr² വരും. ഇനി സെന്ററിൽ കൂടിയാണ് ന്യൂമറിക്കൽസ് വരുമ്പോ ശ്രദ്ധിക്കണോട്ടാ. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും, സെന്ററിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ ഇക്വേഷൻ ഏതെടുക്കുക? I = മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എഡ്ജ്. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലാതെ ഡയറക്റ്റ് I = mr² എന്ന് വരില്ല. ഇനി നമുക്ക് ഡയാമീറ്റർ പഠിക്കാനുണ്ട്, ടാൻജന്റ് പഠിക്കാനുണ്ട്. അപ്പൊ വേറെ രണ്ട് ഇക്വേഷൻ കൂടി വരും. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോ ഏത് കണ്ടീഷൻ ആണെന്ന് ശ്രദ്ധിക്കുക. എഡ്ജ് ആണോ, സെന്റർ ആണോ, ഡയാമീറ്റർ ആണോ, ടാൻജന്റ് ആണോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടിയാ?